എറണാകുളം സ്വദേശിയായ ലിബിൻ എന്ന ക്രൈസ്തവ മിഷണറിയുടെ ജീവിതാനുഭവങ്ങൾ. സ്വന്തം അമ്മയുടെ കണ്ണീർ പ്രാർത്ഥനകളുടെ മറുപടിയാണ് ദാനമായി കിട്ടിയ ഈ ജീവിതം എന്നാണ് ലിബിൻ്റെ സാക്ഷ്യം. യുവത്വത്തിൻ്റെ ലോകവാസനകളിൽ മുഴുകിപ്പോയ ജീവിതത്തിലേക്ക് യേശു കടന്നു വന്നപ്പോൾ സംഭവിച്ചത് അത്ഭുതകരമായ മാറ്റങ്ങളാണ്. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും, ലോകമെമ്പാടും എന്നെ വീക്ഷിക്കുന്ന കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ നന്ദി പ്രാരംഭത്തിൽ ഓർപ്പിക്കുന്നു. എൻ്റെ പേര് ലിബിൻ KX എന്നാണ്. എൻ്റെ സ്വന്തം സ്ഥലം എറണാകുളം ജില്ലയിൽ പറവൂർ താലൂക്കിൽ കോട്ടുവള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ജനിച്ച് വളർത്തപ്പെട്ട ഒരു സാഹചര്യങ്ങളെല്ലാം ഒരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നത്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. എനിക്ക് പിതാവ്, മാതാവ്, എനിക്കൊരു സഹോദരി, അങ്ങനെ 4 പേരടങ്ങുന്നൊരു കുടുംബമാണ് ഞങ്ങളുടേത്. അതിനകത്ത് എൻ്റെ പപ്പ ഒരു മെയ്സനാണ്. നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ജോലി ചെയ്തു വരുന്ന ഒരു മെയ്സനാണ്. അദ്ദേഹത്തിന് നമ്മുടെ നാട്ടിൽ തന്നെ ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു മീഡിയം നിലയിൽ ജീവിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു കുടുംബം. അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല. എൻ്റെ സഹോദരി എന്നേക്കാൾ മൂത്തതാണ്, ഞാൻ ഇളയാളാണ്. അങ്ങനെ 4 പേരടങ്ങുന്ന ഒരു കുടുംബം. അങ്ങനെ ഒരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച് വളർത്തപ്പെട്ടു. പള്ളിയായിട്ടൊക്കെ സഹകരിച്ച് ആത്മീയ കാര്യങ്ങളൊക്കെ ആ നിലയിൽ ഞങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോയി. എന്നാൽ എൻ്റെ അമ്മയുടെ ഭവനത്തോട് ബന്ധപ്പെട്ട് എൻ്റെ അമ്മയുടെ അമ്മ വിശ്വാസത്തിലേക്ക് വരുവാൻ ദൈവം ഒരു അവസരം നൽകി. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഇന്നേക്ക് ഒരു 40-45 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ അമ്മ വിശ്വാസത്തിലേക്ക് വരാൻ ദൈവം അവസരം തന്നു. ഇന്നും ആ അമ്മ ജീവനോടെ ഉണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ അമ്മയുടെ വീട്ടിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, അവരുടെ സ്വന്തം സ്ഥലത്ത് തന്നെ, ആ പ്രദേശമെല്ലാം അങ്ങനെ തന്നെയാണ് എങ്കിലും നോർത്ത് പറവൂര് ഗോതുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത്, പാകിസ്ഥാൻ കോളനി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ അമ്മ വീട്. അപ്പോൾ ആ സ്ഥലത്തെല്ലാം പൊതുവേ സ്ത്രീകൾ ചെയ്തു വന്നിരുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ചാരായം വാറ്റി വിൽക്കുക എന്നുള്ളൊരു കാര്യം അവർ ചെയ്തു വന്നിരുന്നു. ഇന്നല്ല, വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സാഹചര്യം എൻ്റെ അമ്മയുടെ കുടുംബത്തിലും ഉണ്ടാകുവാനൊക്കെ ഉള്ള അവസരമുണ്ടായി. അങ്ങനെ ആ വീട്ടിനകത്തുള്ള പ്രശ്നങ്ങളും അതിൻ്റെ വലിപ്പമൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഇരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് അമ്മ രക്ഷയിലേക്ക് വരാനുള്ള അവസരങ്ങൾ ദൈവം നൽകിയത്. കാരണം ജീവിതത്തിൽ യാതൊരുവിധമായ സമാധാനമോ സന്തോഷമോ ഇല്ലാതെ വന്നൊരു കാലഘട്ടത്തിൽ വീട്ടിലേക്ക് ഇതുപോലെയുള്ള ആത്മീയ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്ന 2 സഹോദരങ്ങൾ വരികയും അവർ സുവിശേഷം പറയുകയും സമാധാനം യേശുവിലൂടെ എന്നുള്ള ആ ഒരു വലിയ സന്ദേശം എൻ്റെ ഗ്രാൻഡ്മയ്ക്ക് നൽകാൻ ഇടയായി. ആദ്യമൊന്നും അത് ഉൾക്കൊണ്ടില്ല, അത് കേട്ടില്ല, അത് സ്വീകരിക്കാനുള്ള മനസ്സുമില്ല. പക്ഷേ കാലക്രമേണ പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും യേശുവിലൂടെയുള്ള രക്ഷയെ താനെ മനസ്സിലാക്കുകയും തൻ്റെ അനുഭവത്തോട് ബന്ധപ്പെട്ട് ആ ഒരു പാതയിലേക്ക് വരാൻ ദൈവം തനിക്ക് അവസരം നൽകി. അന്ന് മുതൽ എൻ്റെ അമ്മ ആ വിശ്വാസത്തെ ഒന്ന് പിന്തുടരുവാൻ അവസരമുണ്ടായി. പക്ഷേ ഏകദേശം ഒരു 19 വയസ്സ് പ്രായമുള്ള സമയത്ത് എൻ്റെ മാതാവിന് വിവാഹം ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് വരാനിടയായി. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കോട്ടുവള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എൻ്റെ മാതാവ് വിവാഹം ചെയ്തെത്തി. അപ്പോൾ ആ ഒരു വിവാഹപ്രായം എന്ന നിലയിൽ പഴയകാലമല്ലേ, 18 വയസ്സ് പൂർത്തിയായി ആ ഒരു നിലയിലേക്ക് പെട്ടെന്ന് വിവാഹം ചെയ്തൊക്കെ വന്നു. എങ്കിലും തൻ്റെ മാതാവ് കണ്ടെത്തിയ ആ വിശ്വാസത്തെ, ആ ഒരു വലിയ സമാധാന അന്തരീക്ഷത്തെ താനും ഇടയ്ക്ക് തിരിച്ച് ഭവനത്തിൽ ചെല്ലുമ്പോഴൊക്കെ അങ്ങനെ കാണാനും കേൾക്കാനും അങ്ങനെയുള്ള പ്രാർത്ഥനകളിൽ സംബന്ധിക്കാനൊക്കെ ഇടയായി. എൻ്റെ മാതാവിനെ സ്വാധീനിച്ചു. എന്നാൽ ഞാൻ വിവാഹം കഴിഞ്ഞു. എനിക്ക് മൂത്ത സഹോദരിയാണ്, സഹോദരി ജനിച്ചു. അത് തുടർന്ന് ഞാൻ പുറത്ത് വന്നു. അങ്ങനെ 2 മക്കൾ ഉണ്ടായി. അപ്പോഴൊക്കെ ഇങ്ങനെ പള്ളിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ മുമ്പോട്ട് പോവുകയായിരുന്നു. എന്നിരുന്നാലും എൻ്റെ മാതാവിൻ്റെ ഉള്ളിൽ
ആ ഒരു ദൈവീകമായൊരു വെളിച്ചം ഉണ്ടായിരുന്നു. താനത് വിട്ടുകളഞ്ഞില്ല. എൻ്റെ പിതാവ് കാണാതെ താൻ ആ വിശ്വാസത്തെ ഹൃദയത്തിൽ കൊണ്ടു നടന്നു. പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും അതിനെക്കുറിച്ച് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു വന്നിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ സാധാരണ നിലയിൽ വീടുകളിലൊക്കെ നമുക്ക് സന്ധ്യയാവുമ്പോൾ കുടുംബ പ്രാർത്ഥനകളുണ്ട്. അപ്പോൾ ആ കുടുംബ പ്രാർത്ഥനകളിലൊക്കെ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ നിശ്ചയമായിട്ടും കുരിശ് വരയ്ക്കുക, തിരികെത്തിക്കുക, അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഒത്തിരി നല്ല അനുഭവത്തിലാണ് അത് കൊണ്ടുപോകുന്നത്. ആദ്യ സമയങ്ങളിൽ എൻ്റെ മാതാവ് പ്രാർത്ഥനയോട് ബന്ധപ്പെട്ടൊക്കെ ഇറങ്ങിയ ഒരു കാലഘട്ടത്തിൽ ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല ഇതിനെക്കുറിച്ച്. അപ്പോൾ അത് എന്താണ്, ഇനി എന്താകും, ഇവിടെ ഭാവി എന്താകും എന്നൊക്കെ അതിനെക്കുറിച്ചൊക്കെയുള്ള ഒത്തിരി ആശങ്കകളിലാണ് അവർ യാത്ര ചെയ്തത്. പക്ഷേ എൻ്റെ പപ്പയ്ക്കും അങ്ങനെ വലിയ ഇഷ്ടം ഈ മാർഗത്തോട് അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസത്തോടൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷേ കാലക്രമേണ അതിങ്ങനെ പതുക്കെ മാറി വന്നെങ്കിലും തനിക്കത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നിലകളിൽ എൻ്റെ പിതാവ് ആദ്യമൊക്കെ ഭയങ്കരമായ വിമുഖതകൾ കാണിച്ചെങ്കിലും പിന്നീട് വന്നപ്പോൾ തൻ്റെ ഹൃദയത്തിനകത്തും ആ ഒരു വിശ്വാസത്തെക്കുറിച്ചുള്ളൊരു ചിന്ത ഉള്ളിലേക്ക് വന്നു. എന്നാൽ ഇതൊക്കെ നടക്കുമ്പോഴത്തേന് ഏകദേശം അമ്മയുടെ വിവാഹശേഷം ഒത്തിരി സമയങ്ങൾ മുമ്പോട്ട് പോയി. എനിക്ക് തോന്നുന്നു ഏതാണ്ട് എൻ്റെ ഒരു 3ാം ക്ലാസ് വിദ്യാഭ്യാസം എന്നുള്ള ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്തി. അപ്പോൾ ആ ഒരു വർഷങ്ങളുടെ ഒരു നീണ്ട ഒരു ഗ്യാപ്പ് അതിനകത്ത് വന്നു. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് അമ്മ വീട്ടിൽ പോകും, അവധി വരുമ്പോൾ അമ്മ വീട്ടിൽ പോകും. അപ്പോഴൊക്കെ അവിടെ പ്രാർത്ഥനകൾ നടക്കാറുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ ഞങ്ങൾ പങ്കെടുക്കും. അപ്പോൾ അങ്ങനെ കൊച്ചുപ്രായത്തിൽ ഞങ്ങളുടെ ഉള്ളിലും ഈ വിശ്വാസത്തെക്കുറിച്ചൊരു വലിയ വെളിച്ചം നൽകുവാൻ സ്വർഗത്തിലെ ദൈവം അവസരം തന്നു. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചതല്ല, എങ്കിലും ദൈവം അങ്ങനെ ഒരു അവസരം നൽകാനിടയായി. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഇതിങ്ങനെ നമുക്ക് വലിയ അറിവൊന്നുമില്ല, എന്നിരുന്നാലും പ്രാർത്ഥനകൾക്ക് പോകും, ചർച്ചിൽ പോകും, അതെല്ലാം കണ്ടു കേട്ട് വരുമെങ്കിൽ നമുക്ക് വലിയ അനുഭവങ്ങളൊന്നുമില്ല. പക്ഷെ പിന്നീട് ഈ പപ്പ വിശ്വാസത്തിലേക്ക് വരാനുള്ള ഒരു സമയത്തിലേക്ക് അടുത്ത് വന്നൊരു കാലഘട്ടത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായി. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടേതായ സാഹചര്യങ്ങളൊക്കെ വിട്ട് വ്യത്യസ്തമായൊരു കാഴ്ചയിലേക്ക് ഒക്കെ പോകുകയെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ വന്നു. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത്, ആ പ്രശ്നങ്ങളുടെ നടുവിലും ദൈവത്തിൻ്റെ ഒരു വലിയ കരുതൽ ഞങ്ങൾ അനുഭവിച്ചിരുന്നു. എൻ്റെ പിതാവ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മേസനാണ്, കൽപ്പണിക്കാരനാണ്. 1 വർഷവും 3 മാസമൊക്കെ ജോലിയില്ലാതെ വീട്ടിലിരുന്നിട്ടും ഈ അനുഭവസാക്ഷി ഞാൻ പറയുമ്പോൾ എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നത്, ദൈവം ഞങ്ങളെ പട്ടിണി കിടക്കാൻ ഇടവരുത്തിയില്ല. കാരണം അത്രയും സമയം നമുക്ക് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും എന്നതിനെക്കുറിച്ച് ഒത്തിരി പ്രയാസങ്ങളുടെ അവർ കടന്നുപോയെങ്കിലും മക്കളായ ഞങ്ങൾ 2 പേർക്കോ അല്ലെങ്കിൽ ഞങ്ങൾ 4 പേരോ പട്ടിണി കിടക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഇല്ലായ്മ ഉണ്ടായിട്ടുണ്ട്, ദാരിദ്ര്യം പോലെ ശൂന്യതകൾ ഒത്തിരി വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ നിലകളിൽ ഒരു പട്ടിണി കിടക്കേണ്ടതായിട്ട് വന്നില്ല. അത് കൊച്ചുപ്രായത്തിലാണെങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിൽ അത് വലിയ ഒരു ആശ്വാസവും വലിയൊരു ചിന്തയും ദൈവത്തെക്കുറിച്ചുള്ളൊരു വലിയ അനുഭവവും ഞങ്ങളുടെ ഉള്ളിലുണ്ടായി. അത് മറ്റൊന്നുമല്ല, ദൈവത്തെ കണ്ടുമുട്ടി അല്ലെങ്കിൽ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ടൊക്കെ ഞങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് എന്താകും എന്നതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് ഒരു ആശങ്കയുണ്ടെങ്കിലും ആ ഒരു സാഹചര്യത്തിലൊക്കെ ദൈവത്തിൻ്റെ നടത്തിപ്പ് എന്താണെന്ന് ഞങ്ങൾ അനുഭവിക്കാനിടയായി. അങ്ങനെ ഒക്കെ എൻ്റെ പിതാവിനോട് ബന്ധപ്പെട്ട് വലിയ മാനസിക സംഘർഷാവസ്ഥ വന്ന ആ സമയത്തും ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ സ്കൂളിലൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ റൂമിനകത്ത് കമന്ന് കിടന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പലവട്ടം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മളറിയാലോ, വീട്ടൊക്കെ ആകുമ്പോൾ സ്കൂളിൽ നിന്ന് പിള്ളേരൊക്കെ വരുമ്പോൾ അവർ കൊണ്ടൊന്ന് ബാഗൊക്കെ വെച്ച് എന്തെങ്കിലും കഴിക്കാനൊക്കെ ആയിട്ടുള്ള കാര്യത്തിൽ വരുമ്പോൾ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകാം. എന്നിട്ട് അമ്മ പ്രാർത്ഥനയിലായിരിക്കും. അപ്പോൾ ഈ കണ്ണുനീരോടുകൂടിയാണ് പ്രാർത്ഥിക്കുന്നത്, ഇങ്ങനെ വലിയവായി കരഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. വേറൊന്നുമല്ല, എൻ്റെ ഭർത്താവിനെ ദൈവനാമത്തിന് വേണ്ടി അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് നിലനിർത്തണേ, ഉറപ്പിക്കണേ, ദൈവമായിട്ടുള്ള വലിയ ബന്ധത്തിനകത്ത് കൊണ്ടുവരണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഭൂരിഭാഗവും. അപ്പോൾ അങ്ങനെ ആ കണ്ണുനീരും പ്രാർത്ഥനയൊക്കെ ഞങ്ങളെയും കൊച്ചു പ്രായത്തിൽ സ്വാധീനിക്കാനിടയായി.
അപ്പോൾ ആ ഒരു നിലയിലൊക്കെ ഇങ്ങനെ മുമ്പോട്ട് വരികയാണ്. അങ്ങനെ മുമ്പോട്ട് വന്ന സാഹചര്യത്തിൽ പപ്പയോടുള്ള ബന്ധത്തിൽ വിശ്വാസത്തിലൊക്കെ വരാനുള്ള അവസരങ്ങൾ നൽകാനിടയായത് അന്ന് ആ സഭയിൽ ശുശ്രൂഷയ്ക്ക് വന്നിരുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ PI ബെന്നി എന്ന് പറയുന്നൊരു ദേവദാസൻ ആ കാലങ്ങളിൽ ആ സഭയിൽ ശുശ്രൂഷയ്ക്കായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ താൻ സുവിശേഷം പങ്കുവെക്കുന്ന അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ടൊരു സ്വഭാവം തനിക്കുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയുടെ വീട്ടുകാരെല്ലാം അവിടെ ആണല്ലോ. എൻ്റെ അമ്മയ്ക്ക് 4 ആങ്ങളമാരാണ്, ഒരനിയത്തിയുണ്ട്. ആ ദേവദാസൻ എൻ്റെ പപ്പയെ കാണാനായിട്ടല്ല മിക്ക ദിവസങ്ങളിലും ഞങ്ങളുടെ വീട്ടിൽ വരും. ഏതാണ്ട് 10 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് അദ്ദേഹം അന്നത്തെ കാലത്ത് ഒരു ചേതക്കിൻ്റെ ഒരു സ്കൂട്ടറൊക്കെ ഓടിച്ച് വരുന്നൊരു കാഴ്ച എൻ്റെ കൊച്ചു കാഴ്ചയിൽ ഉണ്ട്. പലവട്ടം അദ്ദേഹം വീട്ടിൽ വരികയും ഏകദേശം ഒരു 6 മണി കഴിയുമ്പോഴേ അദ്ദേഹം വരുള്ളൂ. കാരണം എൻ്റെ പപ്പ ജോലി കഴിഞ്ഞ് വരുന്നത് ആ സമയത്താണ്. അപ്പോൾ ഇങ്ങനെ അപ്പച്ചൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ പറയുന്നത് പോലെ ഈ പാസ്റ്റർ വന്ന് അപ്പച്ചനെ കാണും. അപ്പോൾ നേരം വിശേഷങ്ങളൊക്കെ ചോദിക്കും. പക്ഷേ ഈ സുവിശേഷം പറയുന്ന കാര്യം പറയുമ്പോൾ എൻ്റെ പപ്പ അതിനോട് ഒത്തിരി പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചു കാഴ്ച എങ്ങാനിട്ടുള്ളത് പാസ്റ്ററെ അങ്ങനെ വീട്ടിൽ ഇവിടെ നിൽക്കണ്ടെങ്കിൽ വരണ്ട എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹത്തെ ഓടിച്ചു കളയുന്ന, എന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ നിൽക്കണ്ട, ഇത് പറയാൻ വേണ്ടിയിട്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞിങ്ങനെ സഭ്യമായ ഭാഷ തന്നെയാണ്, ചീത്തയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിലും അദ്ദേഹത്തെ അവിടെ നിന്ന് എങ്ങനെയും പറഞ്ഞു വിടാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ പോയി അവസാനം ഒരു ദിവസം ഈ ദേവദാസൻ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മഴ പെയ്യാനിടയായി. ഈ മഴ പെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര മഴയാണ് പെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഈ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ 2 ചെയറുണ്ട്. അന്നത്തെ കാലത്തെ ഇരുമ്പ് കസേരയാണ്, പ്ലാസ്റ്റിക് വള്ളി കൊണ്ട് നെയ്ത ഇരുമ്പ് കസേര. അപ്പോൾ ഇങ്ങനെ മഴ നിന്ന് കൊള്ളുന്നത് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നിയുകൊണ്ട് എൻ്റെ ഫാദർ പറഞ്ഞു, ഈ കസേരയിൽ ഇരുന്നോ എന്ന് പറഞ്ഞു. ആ മഴ അങ്ങനെ പെയ്ത അന്ന് ആ ദേവദാസനായിട്ട് പപ്പ സംസാരിച്ചു. ഒരു മഴ മാറാൻ വേണ്ടി നോക്കിയിരുന്നതാണ്. പക്ഷേ അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. ആ ദേവദാസൻ പറഞ്ഞ ദൈവവചനങ്ങൾ അദ്ദേഹം കേൾക്കുകയും ഏതാണ്ട് ഹൃദയത്തിൽ അങ്ങനെ ഒരു ദൈവികമായ അനുഭവമൊക്കെ തനിക്കുണ്ടായി. പിന്നീട് ആ അനുഭവം വളർച്ചയിലേക്ക് വന്നു. എൻ്റെ പിതാവ് അങ്ങനെ രക്ഷയിലേക്ക് വരികയാണ്. ഇതിനിടയിൽ എൻ്റെ പിതാവിനോട് ബന്ധപ്പെട്ട് ഒത്തിരി പ്രശ്നങ്ങൾ, എന്ന് പറഞ്ഞാൽ താൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, ബൈബിളെല്ലാം വലിച്ചു കയറി കളയാൻ നോക്കി, കുടുംബത്തിനകത്തൊക്കെ ഒത്തിരി ഒറ്റപ്പെട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പയും 6 മക്കളാണ്. അപ്പോൾ വീട്ടുകാരെന്നൊക്കെ പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടായത്. കാരണം കുടുംബത്തിൽ കന്യാസ്ത്രീമാരും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പാരമ്പര്യപരമായ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമല്ല പള്ളിയൊക്കെ ഞാൻ അടുത്താണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി മാനസിക സംഘർഷാവസ്ഥ ഉണ്ടായി. എൻ്റെ പപ്പയുടെ തൊട്ട് താഴെയുള്ള അനിയൻ്റെ വിവാഹം നടക്കുന്ന സമയത്ത് ആ വിവാഹം ഈ വിശ്വാസത്തിലേക്ക് പോയി എന്നൊറ്റ കാരണത്താൽ ക്ഷണിച്ചില്ല. പിന്നീട് ഹൈന്ദവ വിശ്വാസത്തിലുള്ള ഞങ്ങളുടെ നെയ്ബേഴ്സായിട്ടുള്ള ആളുകൾ പറഞ്ഞു, അദ്ദേഹം ഒരു പ്രാർത്ഥനയ്ക്കല്ലേ പോയുള്ളൂ, അതുകൊണ്ട് എന്തായാലും അദ്ദേഹത്തെ കല്യാണം വിളിക്കണം, അത് വിളിച്ചില്ലെങ്കിൽ മോശമാണ് എന്ന് അങ്ങനെയുള്ളൊരു ശുപാർശകളും ഒക്കെ തിങ്ങി നിറഞ്ഞ് കല്യാണത്തിൻ്റെ തലേ ദിവസം ആണ് വന്ന് കല്യാണം വിളിച്ചതൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു മാനസികമായിട്ട് ഒത്തിരി വിഷമങ്ങൾ ഉണ്ടാക്കിയ സന്ദർഭങ്ങളാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിലേക്ക് ഇറങ്ങിയ ആ കാലഘട്ടത്തിൻ്റെ ആദ്യത്തെ ഒരു 10 വർഷത്തോളം ഒരുപാട് പ്രതിസന്ധികൾ ഞങ്ങൾക്കുണ്ടായി. എൻ്റെ പപ്പയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 വർഷവും 3 മാസവും ജോലിയില്ലാതൊക്കെ ഇരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിലേക്ക് മാറി എന്ന ഒറ്റ കാരണത്താൽ ജോലിയിൽ നിന്ന് പോലും ആ കാലത്ത് നാട്ടിൻ പുറത്തുങ്ങളിൽ വീടുകൾ പണിയുന്ന ജോലിയാണ്. അപ്പം ആ ജോലി ഞങ്ങളുടെ തന്നെ കസിനായിട്ടുള്ള ആളുകളാണത് ചെയ്യുന്നത്. അപ്പം അവരൊക്കെ ആ ജോലി പപ്പയ്ക്ക് കൊടുത്തിരുന്നതാണ്. പക്ഷേ പിന്നീട് അത് കൊടുക്കാതെയായി. അങ്ങനെ ജോലി നഷ്ടപ്പെട്ട ഒരനുഭവത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായി. പക്ഷെ ഇതൊന്നും ഞങ്ങളെ തളർത്തിക്കളയാൻ ദൈവം അനുവദിച്ചില്ല. നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല. നമ്മുടെ ദൈവം നമ്മളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ദൈവത്തിൻ്റെ വചനമൊക്കെ അങ്ങനെ തന്നെ പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല, ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും ഈ ദൈവം സർവശക്തനായ ദൈവം തന്നെയാണ്. അപ്പം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അമ്മ അങ്ങനെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷയിലേക്ക് വന്നു. അമ്മയുടെ വിശ്വാസത്തെ ആ നിലയിൽ കണ്ട് ആ വിശ്വാസത്തെ പിന്തുടർന്ന് എൻ്റെ പപ്പയും വിശ്വാസത്തിലേക്ക് വന്നു, എൻ്റെ സഹോദരിയും വിശ്വാസത്തിലേക്ക് വന്നു. പിന്നീടാണ് ഞാൻ വരുന്നത്. എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊക്കെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നതെങ്കിലും വീട്ടിൽ പ്രാർത്ഥനയൊക്കെ നടത്തി അങ്ങനെ വീട്ടിൽ പ്രാർത്ഥന ഗ്രൂപ്പൊക്കെ ആയി
അങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിലും എൻ്റെ ലൈഫിൽ സത്യത്തിൽ ഇങ്ങനൊരു വിശ്വാസത്തെക്കുറിച്ചുള്ള വലിയൊരു ആഗ്രഹമോ വാഞ്ചയോ ഒന്നും എനിക്കില്ലായിരുന്നു. നമ്മൾ സാധാരണ ലോകപരമായ നിലകളിൽ സുഹൃത്തുക്കളൊക്കെ അങ്ങനെ വന്നു. ടൗണിലാണ് ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം ചെയ്തത്. എൻ്റെ നാട്ടിൻപുറത്താണ് ഞാൻ പള്ളി സ്കൂളിലാണ് 1 മുതൽ 4 വരെ പഠിച്ചത്. പിന്നീട് 5, 6, 7 പഠനങ്ങൾ ഗവൺമെൻറ് സ്കൂളിലേക്ക് നാട്ടിൻപുറത്ത് തന്നെ പഠിച്ചു. പിന്നീട് ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഞാൻ ടൗണിലോട്ട് പോയി. എൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 4.5 കിലോമീറ്റർ മാറിയാണ് ടൗണിലെ സ്കൂള്. ആ സ്കൂൾ ജീവിതം എനിക്ക് ഒത്തിരി കൂട്ടുകെട്ടുകൾ തന്നു. ടൗണുമായി ബന്ധപ്പെട്ട സാഹചര്യം മുമ്പോട്ട് പോയപ്പോൾ എൻ്റെ വിശ്വാസത്തിൽ ഞാൻ പിറകിലോട്ട് പോയി. ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോകാനിടയായി. പിന്നീട് ലോകപരമായ അനുഭവങ്ങളിലേക്ക് മുമ്പോട്ട് പോയി. അങ്ങനെ സത്യത്തിൽ ഏതാണ്ട് ഒരു 17 വയസ്സ് പ്രായം വരെ ആ നിലയിൽ അങ്ങനെ മുമ്പോട്ട് പോയി. വലിയ കൂട്ടുകെട്ടുകളിലൊക്കെ ചെന്നുപെട്ടു. കൊച്ചു പ്രായത്തിൽ തന്നെ മുതിർന്നവരുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടായി. വാഹന വിൽപ്പന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് മുമ്പോട്ട് പോയി. 10ാം ക്ലാസ് അങ്ങനെ തോൽവി ഉണ്ടായി. പിന്നീട് പഠനമൊക്കെ വഴിമുട്ടി. പല ജോലികൾക്ക് പോകാൻ ശ്രമിച്ചു. പക്ഷേ എങ്കിലും കൂട്ടുകെട്ടുകൾ വളരെ അധികമായിരുന്നു. എല്ലാ നിലകളിലും എന്ത് ചെയ്യാനുമുള്ളൊരു ധൈര്യം എന്ന നിലയിൽ നമ്മുടെ ആ ഒരു ജീവിതത്തെ മാറ്റിമറിക്കുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു നിലയിലേക്ക് നമ്മൾ സ്വഭാവങ്ങൾക്ക് വ്യത്യാസം വന്നു. വീട്ടിലൊക്കെ വരുന്നത് താമസിച്ചായി, രാത്രി വരത്തുള്ളൂ, അങ്ങനെ വീട്ടിലെല്ലാം പ്രശ്നങ്ങളായി. പക്ഷെ എങ്കിലും ആ സമയങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരമ്മ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പിതാവ് ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലൊക്കെ ഉപവാസവും പ്രാർത്ഥനകളൊക്കെ നടക്കാനിടയായി. ആ സമയത്ത് ഒരു കേസിനകത്ത് അകപ്പെട്ട് ഞാൻ 1-ാം പ്രതിയായി വരുമെന്ന് നിലകളിലേക്ക് കാര്യങ്ങൾ വഴുതി മാറാനിടയായി. അങ്ങനെ ഈ കൂട്ടുകെട്ടുകൾ വളർന്നു. അപ്പോൾ ടൗണിലാണ് പലപ്പോഴും നമ്മളുള്ളത്. അപ്പോൾ രാത്രികളിലൊക്കെ വൈകി വരുന്ന അനുഭവങ്ങൾ, ഒത്തിരി പ്രശ്നങ്ങൾ, വീട്ടിൽ കയറാത്ത അനുഭവങ്ങൾ ഒക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന സമയത്ത് ആ ഒരു നിലയിൽ എൻ്റെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ എന്താകും, എൻ്റെ ഫ്യൂച്ചർ എന്താകും എന്നതിനെക്കുറിച്ച് എനിക്ക് യാതൊരു വിധമായ ആശങ്കകളും ഇല്ല. പക്ഷേ ഞാനിങ്ങനെ പോവുകയാണ്. പക്ഷെ മറ്റുള്ളവർക്ക് അതിനെക്കുറിച്ച് ഭയങ്കര ആശങ്കയുണ്ട്. എൻ്റെ മാതാവ്, പിതാവ്, സഹോദരി, പ്രത്യേകിച്ച് എൻ്റെ അമ്മയുടെ സഹോദരങ്ങൾ, അതായത് എൻ്റെ അങ്കിളുമാർ, എൻ്റെ ആൻറ്റി, അങ്ങനെ എന്നെ അറിയാവുന്നവരും എല്ലാം പുറമേ നമ്മളെല്ലാം അഭിനയിക്കുന്നുണ്ടെങ്കിലും അകമേ യാതൊരു വിധമായ ഒരു ദൈവവുമായിട്ട് യാതൊരു വിധമായ ബന്ധവുമില്ലാത്ത അനുഭവത്തിലാണ് മുമ്പോട്ട് പോയത്. സഭായത്തിന് പോകും, അല്ലെങ്കിൽ ചർച്ചിൽ പോകും, മറ്റ് ആക്ടിവിറ്റീസിലെല്ലാം നമ്മൾ പങ്കെടുക്കും. അതെല്ലാം യാന്ത്രികമായിരുന്നു. പക്ഷേ ആത്മാർത്ഥമായി ഒരു അനുഭവത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ പറയുന്നത് പോലെ കൂട്ടുകെട്ടുകളിലൂടെയുള്ള എൻ്റെ ആ ഒരു പോക്ക് വല്ലാതെ പ്രയാസങ്ങളിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പഠനം ഉഴപ്പി. ജീവിതത്തിൽ എനിക്ക് യാതൊരു മുന്നോട്ടവും ഇല്ലാത്ത അവസ്ഥ വന്നു. പല ജോലികൾക്ക് ഞാൻ പോയി. പല ജോലി എന്ന് പറഞ്ഞാൽ കൽപ്പണി, മരപ്പണി, ജിപ്സം ബോർഡിൻ്റെ വർക്ക്, ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ടറായിട്ടുള്ള ഒരു ജോലി, അങ്ങനെ പല നിലകളിൽ, പല സ്ഥലങ്ങളിൽ, വലിയ ബേക്കറികളിലൊക്കെ, സി ക്ലാസ് കടയിൽ, അങ്ങനെയൊക്കെ പല നിലകളിലേക്ക് ഞാൻ പോകാനുണ്ടായി. ഇതിനിടയിൽ പ്രൈവറ്റ് ബസ്സുമായി ബന്ധപ്പെട്ട് പഠന കാലഘട്ടത്തോട് ബന്ധപ്പെട്ടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുതിർന്ന ആളുകളുമായുള്ള ബന്ധങ്ങൾ വന്നപ്പോൾ ഈ വാഹന വിൽപ്പനകളും അങ്ങനെയുള്ള തലത്തിലോട്ടും പോയതുകൊണ്ട് അങ്ങനെ വാഹനങ്ങളുമായിട്ടൊക്കെ ഉള്ള ബന്ധത്തിലേക്ക് വന്നു. അങ്ങനെ പല നിലകളിൽ ഞാനിങ്ങനെ അലഞ്ഞ് നടക്കുന്നൊരു അനുഭവത്തിലേക്ക് മാറാനിടയായി. പക്ഷേ എൻ്റെ ജീവിതത്തിനകത്ത് ഇതെന്താകും എന്നതിനെക്കുറിച്ച് എനിക്ക് വലിയ ആശങ്കകളില്ല. എന്നെ കാണുന്നവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പലരും ചോദിച്ചു, നീ എന്താകും, നിൻ്റെ ഭാവി എന്താകും, ഇങ്ങനെ പോയാൽ നീ എന്ത് ചെയ്യും, പഠനം രണ്ടാമത് തുടങ്ങണം എന്നൊക്കെ ഉള്ള നിലയിലൊക്കെ അവർ പലരും പറഞ്ഞെങ്കിൽ എനിക്കതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പിന്നെ അങ്ങനെ ഇരുന്നപ്പോൾ കുറേ നാളത്തേക്ക് പിന്നെ ഓട്ടോറിക്ഷ ഓടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യണം എന്നല്ലാതെ ഒരു ലക്ഷ്യമില്ലാത്ത പോക്കായിരുന്നു. അങ്ങനെ ഒരു തകർച്ചയിലേക്ക് ഞാൻ വന്ന് വീഴുന്ന അനുഭവത്തിലേക്ക് വരാനിടയായി. ആ സമയത്ത് ഈ പറയുന്നത് പോലെ പലരും എന്നോട് ഉപദേശപരമായ അനുഭവങ്ങൾ പലരും പങ്കുവെച്ചു. അപ്പോഴൊക്കെ നമുക്കത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ആ സമയത്ത് കേൾക്കാനുള്ള മാനസികാവസ്ഥ നമുക്കില്ല. എന്നെ ആരും ഉപദേശിക്കേണ്ട എന്ന നിലയിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ആ സമയത്ത് നമ്മുടെ വഴി തിരിച്ചു വിടാൻ പറ്റുന്ന ഒരുപാട് വഴികളിലേക്ക് മാറാനിടയായി. നമ്മുടെ വിശ്വാസത്തിനെതിരായിട്ടുള്ളതും നമ്മുടെ കുടുംബത്തിലെ യോഗ്യമല്ലാത്തതുമായിട്ടുള്ള പല നിലകളിലേക്കൊക്കെ ചുവടുകൾ വെക്കാൻ അവസരം വന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അകത്തൊരു പേടിയുണ്ടെങ്കിലും പുറമേ അതൊന്നും കാണിക്കാതെ, അങ്ങനെ ആരെയും അനുസരിക്കാതെ, ആരെയും കൂസാതെ നടന്നൊരു കാലഘട്ടം. എന്നാൽ ഈ പറയുന്നത് പോലെ
എൻ്റെ ഫാമിലി പ്രാർത്ഥനയിൽ അവർ വളരെ ശക്തിപ്പെടുവാൻ, ദൈവത്തോട് കേണപേക്ഷിക്കുവാൻ, കരഞ്ഞപേക്ഷിക്കുവാൻ അവസരം ഉണ്ടായതിൻ്റെ ഒരു ഫലമായിട്ട് ദൈവം എനിക്കൊരവസരം നൽകാനിടയായി. എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു കേസിനകത്തകപ്പെട്ട് ഒന്നാം പ്രതിയായി വരേണ്ട ഒരു സാഹചര്യം, അതുപോലെ തന്നെ ആക്സിഡൻറ്റുകൾ, അപകടങ്ങളിലേക്ക് പോകേണ്ട പല സന്ദർഭങ്ങൾ. എന്നാൽ അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഒരു വിടുതൽ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം അത് സംഭവിച്ചിരുന്നെങ്കിൽ എന്നുള്ളത്. അപ്പം ആ നിലകളിൽ എൻ്റെ ഹൃദയത്തിൽ പേടിയുണ്ട് എനിക്ക്. എങ്കിലും ദൈവത്തിൻ്റെ ഒരു വലിയ ഒരു പ്രൊട്ടക്ഷൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് എൻ്റെ മാതാവിൻ്റെ കണ്ണുനീരിൻ്റെ ഫലമാണ് എന്നുള്ളത് എനിക്ക് വളരെ ഉറപ്പായൊരു കാര്യമാണ്. അപ്പം അങ്ങനെ മുമ്പോട്ട് പോയി. സാമാന്യം തെറ്റില്ലാത്തൊരു വീട്ടിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത് ഉള്ളതുകൊണ്ട് വലിയ ദോഷമൊന്നും എനിക്കില്ല. എങ്കിലും എൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ മുമ്പോട്ട് യാത്ര ചെയ്തു. യാതൊരു നിലയിലും ആരെ അനുസരിക്കാതെ പോയൊരു കാലഘട്ടത്തിൽ ആ പ്രാർത്ഥനയിലൂടെ അവിടെ എൻ്റെ ഹൃദയത്തിലൊരു വലിയ താല്പര്യം ഉണ്ടാകാനിടയായി. ആ താല്പര്യത്തിലൂടെ ഞാൻ രക്ഷയിലേക്ക് വരാനിടയായി. ദൈവവുമായി ബന്ധമില്ലാതിരുന്ന ഒരു ഭൂതകാലം, ലക്ഷ്യമില്ലാത്ത ജീവിതം, ആ ജീവിതത്തിലേക്ക് വഴിവെളിച്ചമായി സുവിശേഷ വചനദീപ്തി തെളിഞ്ഞു. ദൈവിക സംരക്ഷണത്തിലേക്ക് കടന്നു വന്ന ലിബിൻ ഇന്ന് കാക്കനാട് സുവിശേഷ പ്രവർത്തന മേഖലകളിൽ സജീവമാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ മാതാപിതാക്കളോട് ഞാൻ ക്ഷമ പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ എൻ്റെ ലൈഫിലേക്ക് ദൈവം അനുഗ്രഹിക്കപ്പെട്ട ചില അനുഭവങ്ങൾ നൽകാനിടയായി. പിന്നീട് ഞാൻ ബൈബിൾ കോളേജിൽ പോയി പഠിക്കുകയും ആ നിലകൾ ആ ദൈവവിളിയോട് ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങൾ യാത്രയാനിടയായി. ഇതിനിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ മേലൊരു ദൈവീയ കോളിംഗ് ഉണ്ടായി. കർത്താവിന് വേല ചെയ്യണമെന്നുള്ളത്, ദൈവരാജ്യത്തിൽ നിൽക്കണമെന്നുള്ളത്. ആ കാര്യത്തെ ഞാൻ വിട്ടുകൊണ്ടാണ് യാത്ര ചെയ്തത്. പക്ഷേ പിന്നീട് അതേ അവസ്ഥയിലേക്ക് തന്നെ ഞാൻ മടങ്ങി വരികയും അങ്ങനെ ഒരു നിലയിലേക്ക് ദൈവം എന്നെ മാറ്റുവാനും അവസരമുണ്ടായി. ഇന്ന് ഞാൻ ഒരു കുടുംബസ്ഥനാണ്. എനിക്ക് ഭാര്യയുണ്ട്. ഭാര്യയുടെ പേര് ട്രീസ ആൻ്റണി. എനിക്ക് 2 മക്കളുണ്ട്. മൂത്തത് മോളാണ്, +2 വിദ്യാർത്ഥിയാണ്, ഏഞ്ചൽ ലിബിൻ. രണ്ടാമത്തത് മോനാണ്, ഏബൽ ലിബിൻ. ഞങ്ങളങ്ങനെ കുടുംബമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്തു വരുന്നു. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് എന്ന് പറയുന്ന സ്ഥലത്ത്, ചിറ്റേത്തുകര എന്ന സ്ഥലത്ത് താമസിച്ചാണ് അവിടെ ദൈവവേല ചെയ്തു വരികയാണ്. എൻ്റെ സഹോദരി വിവാഹശേഷം നോർത്ത് ഇന്ത്യയിലായിരുന്നു, കോലാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. എൻ്റെ സഹോദരിക്കും 2 മക്കളധികം നൽകി. മൂത്തത് ജൂലിയ, രണ്ടാമത്തത് ജോവാന. അങ്ങനെ അവരും കുടുംബമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. മൂത്ത മകൾക്ക് ശാരീരികമായ ചില പ്രയാസങ്ങളുടെ കടന്നു പോകുന്നത് കൊണ്ട് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവരിപ്പോൾ കേരളത്തിലുണ്ട്. എന്നിരുന്നാലും ദൈവം എല്ലാവരെയും നന്നായി കൊണ്ടുപോകുന്നു. എൻ്റെ പിതാവും മാതാവും ഇപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ഞങ്ങളങ്ങനെ കുടുംബമായി 2 മക്കളും കർത്താവിൻ്റെ വേലയിലും അവരെ വിശ്വാസത്തിലും നിലനിന്ന് പോകുന്നത് കാണുമ്പോൾ ഒരു വലിയ സന്തോഷമുണ്ട്. അങ്ങനെ തകർന്നു പോയിരുന്ന ഒരവസ്ഥയിൽ നിന്ന് പ്രാർത്ഥനയിലൂടെ തിരിഞ്ഞു വന്ന, പ്രാർത്ഥനയിലൂടെ മടങ്ങി വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ കേൾക്കുന്ന മാന്യ പ്രേക്ഷകരോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഏതെങ്കിലും മാതാപിതാക്കൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ പ്രാർത്ഥന നിമിത്തം അതിൻ്റെ ഒരു മറുപടി ഉണ്ടാകും. നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് നല്ല നിലയിൽ കൊണ്ടുവരാൻ അവസരമുണ്ടാകും. ദൈവത്തിൻ്റെ അടുക്കൽ ആര് വന്നാലും അവരെ ദൈവം തള്ളിക്കളയുന്ന ദൈവമല്ല. ആ ദൈവത്തെയാണ് നമ്മൾ ഈ പകൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. സർവശക്തനായ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഒരവസരം ലഭിച്ചാൽ നിശ്ചയമായിട്ടും അതൊരു വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യാവസ്ഥ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്ന് മാത്രമല്ല, അതിനായി ജീവിക്കുക എന്നുകൂടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ ലോകത്തിൽ അല്പായുസേ നമുക്കുള്ളൂ. മനുഷ്യൻ്റെ ആയുസ് 70, ഏറെയായാൽ 80. അതിൻ്റെ പ്രതാപം കഷ്ടവും പ്രയാസവുമാണ്. അത് വേഗം തീരുകയും നാം പറന്നു പോവുകയും ചെയ്യുന്നു എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കൊച്ചു ആയുസിൽ, ഈ കൊച്ചു ജീവിതം യേശുവിന് വേണ്ടി ജീവിക്കുവാൻ, യേശുവിൽ ജീവിക്കുവാൻ, ആ ഒരു രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുവാൻ, വിശുദ്ധമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്ക് ദൈവം അവസരം നൽകുന്നു. ആ ഒരു അനുഭവത്തെ പ്രാപിച്ചാൽ നിശ്ചയമായിട്ടും ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം നമുക്ക് സ്വായത്തമാക്കാൻ കഴിയും. മരണം ഒരവസാനമല്ല, മരണശേഷം നമുക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിലേക്ക് ഈ നല്ലൊരു അനുഭവത്തിൽ യാത്ര ചെയ്താൽ എത്തിച്ചേരാൻ കഴിയുമെന്ന ശുഭപ്രത്യാശയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ എല്ലാ തകർച്ചകളിൽ നിന്നും രക്ഷാനുഭവത്തിലേക്ക് കടന്നു വന്ന
ഈ മിഷണറിയുടെ ജീവിത സാക്ഷ്യം നമുക്കും പ്രചോദനമാവുകയാണ്. യേശുവിൻ സ്നേഹം പകർന്നിടുവാൻ, യേശുവിൻ സാക്ഷിയായി ജീവിക്കുവാൻ, പരിശുദ്ധ